അങ്ങനെ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിജിലൻസ്. ഒരു കേസിലെ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകിയിരിക്കുന്നു. വയനാട് യൂണിയന് 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടിലാണ് വിജിലൻസിന്റെ സുപ്രധാന നടപടി. ഇക്കാര്യം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം പ്രസിഡന്റ് MN സോമൻ, വയനാട് യൂണിയൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. നീണ്ട 10 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് 70ഓളം കേസുകളിൽ ഒരു കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത് എന്നതാണ് ഏറെ വിചിത്രമായ കാര്യം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഇന്നലെ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ശശിധരനെതിരെ രൂക്ഷ വിമർശനമാണുണ്ടായത്. കോടതി നിർദ്ദേശിച്ചതുപോലെയുള്ള ശരിയായ അന്വേഷണം നടക്കുന്നില്ല, കേസിൽ പുരോഗതിയില്ല, കോടതിയെ അപഹസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുമെന്ന് കോടതി വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസും SP ശശിധരനാണ് അന്വേഷിക്കുന്നത്. ഓരോ തവണ കേസ് പരിഗണിക്കുമ്പോഴും മുദ്രവെച്ച കവറിൽ നൽകുന്ന റിപ്പോർട്ടിൽ പുതുതായി ഒന്നുമില്ല. കേസ് അന്വേഷിക്കാൻ സമയമില്ലെങ്കിൽ ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാമെന്നും കോടതി പറഞ്ഞു. കോടതി വടിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കേസിലെങ്കിലും കുറ്റപത്രത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. 2014 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിലാണ് മൈക്രോ ഫിനാൻസ് എന്ന വൻ തട്ടിപ്പ് അരങ്ങേറുന്നത്. സമുദായത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകുന്നതിനുള്ള പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ്. പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷനിൽ നിന്ന് 3% പലിശയ്ക്കെടുക്കുന്ന തുക പക്ഷേ വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും 12% വരെ പലിശയ്ക്ക് സ്വന്തം ആളുകൾക്ക് മറിച്ചു നൽകുകയും ചെയ്തു. സ്വയം സഹായ സംഘങ്ങളുടെ പേരിലായിരുന്നു ഈ അട്ടിമറി. 15 കോടിയോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അതിനിടെ പദ്ധതിയുടെ കോർഡിനേറ്ററായിരുന്ന യൂണിയൻ നേതാവ് കൂടിയായ KK മഹേശൻ ആത്മഹത്യ ചെയ്തത് കേസിന്റെ ഗൗരവം തന്നെ വർദ്ധിപ്പിച്ചു. തന്നെ വെള്ളാപ്പള്ളിയും സംഘവും ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന കത്തിൽ എഴുതി വെച്ചിട്ടാണ് മഹേശൻ ജീവനൊടുക്കിയത്. ഇതിലും വെള്ളാപ്പള്ളി പ്രതിസ്ഥാനത്തുണ്ട്. 2016-ൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകിയത്. എന്നാൽ പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിലെത്തി. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ ഭരണത്തിൽ ഈ കേസിൽ 1 ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ട് പോയിരുന്നില്ല. വെള്ളാപ്പള്ളിയെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു പിണറായി സ്വീകരിച്ചിരുന്നത്. എന്നാൽ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടെ കേസന്വേഷണത്തിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. KK മഹേശന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണവും മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് VM സുധീരൻ മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകിയിരുന്നു. പിന്നാലെ നിരവധി യൂണിയൻ ഭാരവാഹികൾ 2 കേസുകളിലും വെള്ളാപ്പള്ളിക്കെതിരെ തെളിവുകൾ നിരത്തി പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. തന്നെ വളഞ്ഞിട്ടാക്രമിക്കുകയാണെന്നാണ് വെള്ളാപ്പള്ളി ഇതിനോട് പ്രതികരിക്കുന്നത്. എന്തായാലും 2 കേസുകളിലും വെള്ളാപ്പള്ളിക്ക് കുരുക്കും മുറുകും എന്നതിൽ സംശയമില്ല. കോടതിയുടെ മേൽനോട്ടത്തിലാണ് മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ കോടതി കടുപ്പിച്ചതോടെ വിജിലൻസ് നടപടികൾ കൂടുതൽ വേഗത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.